ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്നത് എനിക്കിഷ്ടപ്പെട്ട ഒരു 3 സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള അനിമീനെ കുറിച്ചിട്ടാണ്. ആദ്യത്തേത് 2012 ഇറങ്ങിയ കുറോക്കോസ് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞതാണ്. ഇത് 3 സീസണായിട്ടാണ് ഇറങ്ങിയത്. ജനറേഷൻ ഓഫ് മിറക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. അവരൊരു മിഡിൽ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയിരുന്നു. അതിനുശേഷം ഇവർ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ആയപ്പോൾ 6 പേരും 6 സ്കൂളിലോട്ടായിട്ട് പോയി. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനും ഇതൊക്കെയാണ്. ഇതിൽ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള കുറോക്കോ ആൻഡ് കഗാമി എന്ന് പറഞ്ഞിട്ടുള്ളവർ ഹൈസ്കൂളിൽ മീറ്റ് ചെയ്തതിനു ശേഷം അവർ വിന്റർ കപ്പിന് ടൂർണമെന്റിലേക്ക് പോകുന്നതാണ് ഈ സ്റ്റോറി ആയിട്ടുള്ളത്. രണ്ടാമത്തത് 2014 പുറത്തിറങ്ങിയ ഹൈക്യൂ. ഇതൊരു 4 സീസണായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിലെ മെയിൻ കഥാപാത്രമായ ഹിനാറ്റ ചെറുപ്പത്തിൽ ഒരു വോളിബോൾ ടൂർണമെന്റ് കണ്ട് ഇൻസ്പയർ ചെയ്തതും അതിലെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ലിറ്റിൽ ജൈൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്തിട്ട് പുള്ളി പഠിച്ചിരുന്ന അതേ സെയിം സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യുകയും അവരെ വോളിബോൾ ടീം ജോയിൻ ചെയ്യുകയും ടൂർണമെന്റിലും നാഷണൽസിലും പോകുന്നതാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം. ഇതിലെ വേറൊരു കഥാപാത്രമായ കഗിയാമ എന്ന് പറഞ്ഞ ഒരു വണ്ടർഫുൾ സെറ്റർ ആയിരുന്നു പരിചയപ്പെടുന്നത്. അത് ഇവർ തമ്മിലുള്ള കോമ്പിനേഷനും അതാണ് ഈ സീരീസ് മൊത്തമുള്ളത്. മൂന്നാമത്തത് 2013 റിലീസായിട്ടുള്ള ഏസ് ഓഫ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്. ഇത് 3 സീസണായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു ബേസ്ബോൾ ബേസ് ചെയ്തിട്ടുള്ള സീരീസാണ്. ഇതിലെ മെയിൻ കഥാപാത്രമായ സവമാറു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിഫ്റ്റഡ് ബട്ട് ഇൻഎക്സ്പീരിയൻസ് പിച്ചറാണ് പുള്ളി. അദ്ദേഹം ഒരു ഹൈസ്കൂൾ ബേസ്ബോൾ ടീമിൽ ജോയിൻ ചെയ്യുകയും അവിടുത്തെ ടീം മെയിൻ ഏസ് ആകാൻ വേണ്ടിയാണ് പുള്ളി ശ്രമിക്കുന്നത്. അതിനുശേഷം അവർ പല ടൂർണമെന്റിൽ പങ്കെടുക്കുകയും നാഷണൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള ഒരു സ്ട്രൈക്കുമാണ് ഈ സിനിമയിൽ മൊത്തമുള്ളത്. സോ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട 3 സ്പോർട്സ് ബേസ്ഡ് ആനിമെ സീരീസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.